ദൈവം അവതരിപ്പിച്ച ധർമ്മവ്യവസ്ഥയ്ക്ക്, ദീൻ വ്യവസ്ഥയ്ക്ക് ഒരു രീതിയേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിൻ്റെ പ്രവാചകന്മാരും അനുവാചകരും അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താക്കളുമായിട്ടാണ് നമ്മുടെ എല്ലാ പ്രവാചക ശ്രേണികളും ഗുരുപരമ്പരകളും നമുക്കുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. ധർമ്മത്തിൻ്റെ ആദ്യത്തെ പ്രബോധനം തന്നെ, അല്ലെങ്കിൽ ആദ്യമായി ധർമ്മം എന്ന് ദീൻ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ദൈവത്തെക്കുറിച്ചാണ്. ദൈവത്തെക്കുറിച്ചല്ല ധർമ്മം ആദ്യമായി പറയേണ്ടത്. ആദ്യമായി തുടങ്ങേണ്ടത് ഈശ്വര വിശ്വാസത്തിലൂടെയാണ്, ഏകദൈവ വിശ്വാസത്തിലൂടെയാണ്. ഇന്നും ഞങ്ങളൊരു സംസാരത്തിൽ ആരോ ചോദിക്കുകയുണ്ടായി ഹിന്ദു ദൈവ വിശ്വാസത്തെക്കുറിച്ച്. ലോകത്തോട് ആദ്യമായി ഏകദൈവ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്ലോകങ്ങൾ അവതരിപ്പിച്ചത് 5000 വർഷമെങ്കിലും പഴക്കമുണ്ടാകും ഋഗ്വേദം. അത്രയൊന്നും അല്ല ഞങ്ങളുടെ വിശ്വാസപ്രകാരം. പക്ഷേ ഏറ്റവും വിമർശകരായിട്ടുള്ളവരുടെ വാക്കുകളിൽ പോലും 5000 കൊല്ലത്തെ പഴക്കമുണ്ട് ഋഗ്വേദത്തിന്. ആ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ഏകം സത് തദ് വിപ്രാഹ ബഹുധാവദന്തി, ഏകം സത് വിപ്രാഹ ബഹുധാവദന്തി എന്ന് പറയും. കൃത്യമായി ഏകദൈവ സിദ്ധാന്തം കൃത്യമായി ലോകത്തിനോട് പറഞ്ഞത് ഹിന്ദു മതത്തിൽ തുടങ്ങുന്നു. എന്നാൽ മക്കയിലുണ്ടായിരുന്ന വിഗ്രഹാരാധകരെ നമ്മൾ മറ്റൊരു ചിത്രമാണ്. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ ഭാഷ അവരോടായതുകൊണ്ടാണ് വിഗ്രഹാരാധകരോടും മറ്റൊരു സമീപനം സ്വീകരിക്കാൻ നബിയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും മറ്റൊരു രീതി അത് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇവിടെയുള്ളവരെക്കുറിച്ചായിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള ഹിന്ദു മതത്തിൽ അത്തരം വാദങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണോ സൂറത്തുൽ ഇഖ്ലാസ്, അതിന് തത്തുല്യമായ അതുപോലെയുള്ള അർത്ഥങ്ങൾ വരുന്ന ഒരുപാട് ശ്ലോകങ്ങൾ നമുക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. അജം നിർവികൽപ്പം നിരാകാരമേകം നിരാനന്ദമാനന്ദം അദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമ എന്ന് തുടങ്ങുന്ന ഒരു 3 ശ്ലോകങ്ങളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഓരോ വാക്കുകളോടും തുല്യമാണത്. അജം ജനിക്കപ്പെട്ടവനല്ല, ജനിച്ചിട്ടില്ല. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ആരെയും ജനിപ്പിച്ചിട്ടുമില്ല, ആരെയും ജനിക്കാനും അനുവദിച്ചിട്ടില്ല. ആരുടെയും അച്ഛനോ ആരുടെയും അമ്മയോ ആരുടെയും പിതാവുമോ ഒരു മാതാവും ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു സംബന്ധം. ഒരൊറ്റ വാക്കിൽ അജം, ജനിക്കാത്തവൻ, ഈശ്വരൻ ജനിക്കാത്തവനാണ്. നിർവികൽപ്പം, കൽപ്പനകൾക്കൊക്കെ അപ്പുറത്താണ്, എനിക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും രീതിയിലുള്ളവനാണ്. ദൈവത്തെക്കുറിച്ചും അങ്ങനെ എത്രയോ പ്രാവശ്യമുണ്ട്. നിങ്ങളുടെ വിചാരങ്ങൾക്കും അപ്പുറമാണ് എൻ്റെ വിചാരങ്ങൾ. ഖുർആനിലുടനീളം ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അജം നിർവികൽപ്പം നിരാകാരമേകം, ഒരാകാരവും ഇല്ല, ഒരു തരത്തിലുള്ള രൂപങ്ങളുമില്ലാത്ത നിർഗുണം, നിരാകാരനും ഏകനുമാണ്. കുൽഹു അല്ലാഹു അഹദ്, ഏകനാണ്, അവിഛിന്നനാണ്. അതായത് അഹദ് എന്ന വാക്കിൻ്റെ അർത്ഥം വെറും ഏകമാണെന്ന് മാത്രം വ്യാഖ്യാനിക്കരുത്. ഏകം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുത്തെ ഏകനായ സന്യാസിയാണ്, അതിൻ്റെ അർത്ഥം വേറെ സന്യാസിമാരുണ്ടല്ലോ. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഏകനായ വേറെ ഉണ്ട് എന്നൊരു അർത്ഥം പോലും ദ്യോതിപ്പിക്കാൻ രണ്ടില്ല, അവിഛിന്നനാണ്. അങ്ങനെ കഷ്ണങ്ങളായോ പലതായോ പോകാൻ കഴിയാത്തൊരു രീതി. ഇത് പറഞ്ഞു തുടങ്ങിയാൽ തീരൂല. അതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ ഈ 2 പ്രാർത്ഥനകളും സൂറത്തുൽ ഇഖ്ലാസ് ദൈവത്തെക്കുറിച്ചാണ്, ഉറപ്പാണ്. പക്ഷേ മതം ആദ്യമായി അതിൻ്റെ പ്രായോഗികതയിലേക്ക് വരുമ്പോൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ആദ്യമായി മനുഷ്യനോടാണിത് പറയുന്നത്. മനുഷ്യനോട് പറയുന്നു, മുട്ടിയാൽ മുട്ടുന്ന ചെളിക്കട്ടയിൽ നിന്ന് നിന്നെ ഞങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഈ ചെളിയോളം താഴ്ന്ന ചെളിത്തരം നമുക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മളെ മനുഷ്യനെ ചെളിയിൽ നിന്നും മണ്ണിൽ നിന്നും നശ്വരതയിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ലാഹു നൂറു സമാവാതി വൽ അർള്, ലോകങ്ങളുടെയും ആകാശഭൂമികളുടെയും സർവത്തിൻ്റെയും പ്രകാശമായിരിക്കുന്ന ദൈവം മനുഷ്യനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ചെളിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ്. അതെല്ലാ മതങ്ങളും അങ്ങനെയാണ് പറയുന്നത്, എല്ലാ ശാസ്ത്രവും അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ് കുഴിച്ചിടുമ്പോൾ ആ മണ്ണിലേക്ക് അത് ലയിച്ച് തീരാനുള്ള കാരണം അതാണ്. മണ്ണിൽ നിന്നല്ലാത്തൊരു വസ്തു മണ്ണിൽ ലയിക്കില്ല, പ്ലാസ്റ്റിക് ലയിക്കില്ല. മറ്റു പല സംഗതികളും കെമിക്കലിലൂടെ പുതിയതായി ഉണ്ടാക്കപ്പെട്ട സംഗതികളൊന്നും, ദൈവമുണ്ടാക്കാത്ത പ്രകൃതി വസ്തുക്കളൊന്നും മണ്ണിൽ ലയിക്കില്ല. 400 കൊല്ലം 500 കൊല്ലം 1000 കൊല്ലമൊക്കെ പ്ലാസ്റ്റിക് കിടക്കുന്ന പറയണം.
പക്ഷെ ദൈവം ഉണ്ടാക്കിയത് ഈ മണ്ണിൽ നിന്നായതുകൊണ്ടാണ് നമ്മളൊക്കെ മണ്ണിൽ ലയിച്ചു പോകുന്നത്. ആ മണ്ണ് എന്ന് പറയുന്നത് ഒരു പ്രതീകവും കൂടിയാണ് നശ്വരതയുടെ. ചിലർ പറയും ചളി പറയരുതെന്ന് പറയില്ലേ, ഞങ്ങളുടെ ചില നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികേട് അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ്. ഈ ഒരു നേച്ചറോട് കൂടിയിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനോട് ആദ്യം എന്ത് പറയണം? നിന്നേക്കാൾ വലിയ ജീവിവർഗങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. മാലാഖമാരുടെ രൂപത്തിൽ, മലക്കുകളുടെ രൂപത്തിൽ, ജിന്നുകളുടെ രൂപത്തിൽ, കിംപുരുഷ ദേവ ഗന്ധർവന്മാരുടെയൊക്കെ രൂപത്തിൽ. അത് പല രീതിയിലാണ് പറഞ്ഞത്. അതൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രകാശം കൊണ്ടാണ്. ദൈവം സത്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ എന്തെങ്കിലും സാദൃശ്യത്തിലാണ്. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദേവന്മാർ, ദിവ് ധാതു. ദിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമെന്നാണ്. ഈ മാലാഖമാരെയും മലക്കുകളെയും ജിന്നുകളെയും ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഏത് പ്രകാശ കണകകളാണോ അത് വെച്ചിട്ടാണ്. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഖലീഫയെ, ആദം സന്തതികളെ നിങ്ങളെ എൻ്റെ ഖലീഫയായിട്ടാണ്, എൻ്റെ പ്രതിനിധിയായിട്ടാണ്. അല്ലേ? പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ ഏതെങ്കിലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയായി പുറത്തു പോയി കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഇതാണ്, എന്നോട് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യ അവിടെ പറഞ്ഞിട്ട് വരാനാണ് എന്നോട് പറഞ്ഞതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് 100 വരെ എണ്ണാൻ അറിയുമെങ്കിലും ഞാൻ 10 വരെ പറയാൻ പാടുള്ളൂ. കാരണം ഞാൻ ആരുടെ പ്രതിനിധിയാണ്? എന്നെ അയച്ചവൻ്റെ പ്രതിനിധിയാണ്. അതിലപ്പുറത്തേക്ക് പറയാൻ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും മനുഷ്യകുലത്തിൽ നിന്ന്, ഇന്ന് വരെ ജിന്നുകളുടെ ഇടയിൽ നിന്നോ മൃഗങ്ങളുടെ ഇടയിൽ നിന്നോ നമുക്കൊരു പ്രവാചകനെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവർക്കതിൻ്റെ ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ അവർ സദാ ദൈവത്തിൻ്റെ അനുസരണയിലും ഇസ്ലാമിലും നിലനിൽക്കുന്ന മൃഗങ്ങളും ചെടികളുമൊക്കെ അങ്ങനെ നിലനിൽക്കുന്നവരാണ്. അവർക്ക് മറ്റൊരു പ്രബോധനത്തിൻ്റെ ആവശ്യമില്ല. ഏത് കാലത്തോളം തെങ്ങിൽ തേങ്ങ മാത്രം കായ്ക്കുന്നു, ഏത് കാലത്തോളം കാരക്ക മരത്തിൽ കാരക്ക മാത്രം, ഈന്തപ്പനയിൽ ഈന്തപ്പഴം മാത്രം കായ്ക്കുന്നുവോ അത്രത്തോളം കാലഘട്ടം അത് ഇസ്ലാമാണ്. അങ്ങനെയുള്ള വിവക്ഷയാണ് ഇവിടുത്തെ ഖുറാനിക പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചിട്ടുള്ളത്. കാരക്കമരം ഇസ്ലാമാണെന്ന് നബി പറഞ്ഞതായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്കൊക്കെ അറിയാം. ആരൊക്കെയാണ് ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ഉദാത്തമായ കാണിച്ചു കൊടുത്തത് കാരക്കമരത്തിനെയാണ്, അല്ലെങ്കിൽ ഈന്തപ്പനെയാണ്. കാരണം അതിന്മേൽ ഇന്ന് വരെ തെങ്ങുണ്ടായിട്ടില്ല, തേങ്ങ ഉണ്ടായിട്ടില്ല. മാവ് മരത്തിൽ ഒരിക്കലും മാങ്ങയല്ലാണ്ട് തേങ്ങ ഉണ്ടാവില്ല. ഒരർത്ഥത്തിൽ അവരെല്ലാം ദൈവികമായ ആ കൃത്യതയിൽ പോകുന്നു, ദീനിൽ പോകുന്നത് കൊണ്ട് അവർ അത് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ഓർമ്മപ്പെടുത്തലുകാരെ വരേണ്ട ആവശ്യമില്ല, ഓർമ്മപ്പെടുത്തലുകാർ ആവശ്യമില്ലാത്ത ജീവിവർഗങ്ങൾ. എന്നാൽ അതേപോലെ തന്നെ മാലാഖമാർക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? അവരും സുജൂദിൽ കിടന്ന് സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ, ദൈവത്തെ സ്തുതിക്കുന്നവർ. അങ്ങനെ തന്നെ നൂറ്റാണ്ടുകളായി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൊല്ലം അങ്ങനെ ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല. അവർക്ക് ദാഹങ്ങളോ മറ്റ് നമുക്കുള്ളതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു 10 മിനിറ്റ് ഇവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിർബന്ധമാക്കപ്പെട്ട ജുമാ നമസ്കാരത്തിൻ്റെ ഇടയിൽ പോലും അസ്വസ്ഥത കാണിക്കുകയും അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളെ. ഒരിക്കലും ഈ പരിപാടി, ഈ ആരാധന എന്ന് പറഞ്ഞ പരിപാടി മാലാഖമാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു ഉറക്കവും തൂങ്ങൂലായിരുന്നു. അവർ എന്നും സുജൂദിലെങ്കിൽ സുജൂദ്, പറന്നിട്ടെങ്കിൽ പറന്നിട്ട്, കിടന്നിട്ടെങ്കിൽ കിടന്നിട്ട്, ഇരുന്നിട്ടെങ്കിൽ ഇരുന്നിട്ട്, ഏത് രീതിയിലാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവരത് തുടരുമായിരുന്നു. ഇതൊക്കെ നിലനിൽക്കുക, അതായത് മറ്റതൊക്കെ എണ്ണയിട്ട ഒരു യന്ത്രം കണക്ക് എത്ര നേരം വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിവുള്ള ജീവിവർഗങ്ങളായ മനുഷ്യരുടെ മേലെയുള്ള പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരെയും തള്ളിക്കളഞ്ഞ് മനുഷ്യർക്ക് താഴെയുള്ള ജീവിവർഗങ്ങളെയും പക്ഷിമൃഗാദികളെയും ലതാദികളെയും ഒക്കെ തള്ളിക്കളഞ്ഞ് അതിൻ്റെ ഏകദേശം നടുക്കുള്ള ചളിയിൽ നിന്നുണ്ടാക്കിയ, അല്ലെങ്കിൽ വെറുമൊരു രക്തക്കട്ടയിൽ നിന്ന്, അലക് ഇഖ്റ ബിസ്മി റബ്ബുക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലക് എന്നൊക്കെ പറയുന്ന ആദ്യത്തെ ഖുർആൻ അധ്യായം തുടങ്ങുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ വെളിപാട് നബിക്ക് ലഭിച്ചതായ ആ വെളിപാട്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച ആ വെളിപാട് ഇങ്ങനെയാകുന്നു. തുടക്കം ആ പറയുന്ന രക്തക്കട്ടയിൽ. അതായത് രക്തക്കട്ട നശിച്ചു പോകും, വളരെ പെട്ടെന്ന് അത് ക്ലോട്ടായി പോകും, അത് കട്ട പിടിച്ചു പോകും. അത് അതിൻ്റെ മാതൃശരീരത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറുന്ന,
അത്രയും നശ്വരതയാണ് മനുഷ്യനുള്ളത് എന്നാണ് ഈ വാചകങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആദ്യം പണി ചെയ്തു തുടങ്ങുക നമ്മുടെ ശരീര മനസ്സിൻ്റെ മാലിന്യങ്ങളോടാണ്. റിനാത്തുൽ നഫ്സ് എന്ന് സൂഫി വചനങ്ങളുണ്ട്. സൂഫികൾ പറയാറുണ്ട് ഏറ്റവും വലിയ യുദ്ധം അത് ശരീര മനസ്സുകളുടെ മാലിന്യങ്ങളോടാണ്, പ്രത്യേകിച്ച് മനോമാലിന്യങ്ങളോടാണ് ഏറ്റവും വലിയ യുദ്ധം ചെയ്യുന്നത്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഇതാണ്. ചിത്തസ്യ ശുദ്ധയെ കർമ്മ നതു വസ്തുപലഭ്യത എന്ന് ശങ്കരാചാര്യര് അദ്ദേഹത്തിൻ്റെ വിവേക ചൂടാമണി എന്ന് പറയുന്ന പ്രകരണ ഗ്രന്ഥത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയും. ശുദ്ധിക്കായിക്കൊണ്ടാണ്, നിങ്ങളുടെ ഹൃദയ ശുദ്ധിക്കായിക്കൊണ്ടാണ് ആരാധനകൾ ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അല്ല ദൈവത്തിന് നിങ്ങളുടെ ഇതിൻ്റെ കണക്കെടുത്തിട്ട് പുള്ളിക്ക് അവസാനം തൂക്കി നോക്കി നിങ്ങൾക്ക് മാർക്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു രാജാവൊന്നും അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു പുകഴേന്തിയൊന്നും അല്ല ദൈവമെന്ന് മനസ്സിലാക്കുക. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആൾക്ക് നിങ്ങളുടെ ആരാധന കൊണ്ട് എന്ത് കിട്ടാനാണ്? നിങ്ങളങ്ങ് ആരാധിച്ചില്ലെങ്കിൽ, അങ്ങനെ ചിലർ പറയാമല്ലോ, നീയൊന്നും തന്നില്ലെങ്കിൽ ഞാനൊക്കെ ഒന്നും ആവില്ല എന്ന് പറയുന്ന ഒരു മുതലാളിക്ക് പോലും ഇല്ലേ, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിക്ക് പോലും നിങ്ങൾ കൊണ്ട് ഒന്നും കൊടുത്തില്ലെങ്കിലും അയാൾ സുഖമായിട്ട് ജീവിക്കും. ഈ കണ്ട മുതൽ മുഴുവൻ ആളുന്ന മുതലാളിയായ ജലാലായ ദൈവത്തിന് നിങ്ങളുടെ ഒരു നമസ്കാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുജൂദ് എന്തിനാണ്? അത് നിങ്ങൾക്ക് കൂടി ഗുണകരമായി തീരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആത്മസംസ്കരണമാണ് അതിലൂടെ ദൈവം ഉദ്ദേശം വെക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇതെന്തോ കടം മേടിച്ചത് ഇങ്ങനെ കടം തീർക്കുന്ന ഒരു തൊഴിലാളിയുടെ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും പലിശ കമ്പനിയിൽ നിന്ന് പലിശ വാങ്ങി അതിന് കടം തീർക്കാൻ വേണ്ടി ജീവിക്കുന്നവൻ്റെ മനോഭാവത്തോടു കൂടി കടം തീർക്കാൻ പുറപ്പെടരുത്. ആരാധനാ വിഷയത്തിൽ ഓരോ ആരാധനയും ശുദ്ധിയാണ്. അത് തെളിയിക്കാനും അത് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ശുദ്ധിയായി എല്ലാ മതങ്ങളും മണ്ണുകൊണ്ടും വെള്ളം കൊണ്ടുമൊക്കെ ശുദ്ധി ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശുദ്ധമായി നമ്മൾ ആരാധന കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ അതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധിയാണ്. ജിഹാദുൽ അക്ബർ ഏതാണെന്ന് ചോദിച്ച സമയത്ത്, ബദറൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത്, ബദർ യുദ്ധം കഴിഞ്ഞ് അവർ വിജയിച്ച് വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സഹാബത്തിനോട് പറഞ്ഞു, സഹാബിമാരോട് പറഞ്ഞു, ഇനി നമുക്ക് മറ്റൊരു ജിഹാദുൽ അക്ബർ ഉണ്ട്, വലിയ ഒരു ജിഹാദ് കൂടി ചെയ്തു തീർക്കാനുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. അതെന്താണ്, എവിടെയാണ്, ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഐഹികമല്ല, അത് ഈ ലോകവുമായി ബന്ധപ്പെട്ട എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ഒരു വർഗത്തെയും കൊല്ലാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അശുദ്ധികളോട്, മനസ്സിനോട്, മനോമാലിന്യങ്ങളോടാണ് ജിഹാദുൽ അക്ബർ എന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി നമ്മൾ മറക്കാനുള്ള കാരണം എന്താണ്? ദീൻ അവിടെ തുടങ്ങുന്നു. നമുക്കൊരു ലക്ഷ്യം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഖലീഫയായി ഈ ലോകത്തിൽ വേണ്ടുന്ന പ്രവർത്തികൾ നൽകുക, ചെയ്യുക എന്നതിന് ദൈവം ക്വാളിഫിക്കേഷൻ, എൻട്രൻസ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ലോകത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ എൻട്രൻസ് ടെസ്റ്റ് എന്ന സംവിധാനം കൊണ്ടുവന്നത് ഒരുപക്ഷെ ദൈവമാണ്. ഇന്നാണ് ഇപ്പോൾ വളരെ അടുത്ത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും എൻട്രൻസ് ടെസ്റ്റ് ഇത്ര അങ്ങോട്ട് കോമൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. അതിൻ്റെ കുറച്ചു കാലം മുമ്പ് വരെ നല്ല മാർക്കുള്ളവനെ വിളിച്ച് കൊണ്ടുപോയി ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ഒക്കെ ആക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനൊരു പരീക്ഷയും പരീക്ഷണവും വെച്ചുകൊണ്ടാണ് ദൈവം ഇതിനെ ആളുകളെ തിരഞ്ഞെടുത്തിരുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. ആ രീതിയിലേക്ക് മനോമാലിന്യങ്ങളെ സംസ്കരിക്കാൻ, തൻ്റെ അഹങ്കാരം തനിക്ക് പൊന്തണം, തൻ്റെ പ്രഭാഷണം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടണം, തനിക്ക് അതിന് തക്കതായ പ്രതിഫലം ലഭിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരെയാണ് ദീൻ എന്ന് പറയുന്നതിൽ നിന്ന് ആദ്യം പിടിക്കപ്പെടുക. അങ്ങനെയുള്ളവരാണ് ഇതിൽ ആദ്യം പെടുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്, ദൈവമേ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ ഉൾപ്പെടുത്തരുത്. കാരണം അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നമ്മൾ വീണുപോയാൽ ദൈവത്തിന് നമ്മളെ എന്താക്കാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്ന പ്രതിനിധിയാക്കാൻ കഴിയില്ല. നമ്മുടെ സ്വന്തത്തിൻ്റെ വാക്കുകൾ അവിടെ വന്നു പോകും. ദൈവം ഉദ്ദേശിക്കാത്ത ആശയങ്ങൾ നമ്മുടെ വാക്കുകളിലൂടെ ഉതിർന്നു വീഴും. നമ്മുടെ ശത്രുക്കൾ ഉദ്ദേശിക്കുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ വന്നു വീഴും. ദൈവം ഒരിക്കലും മതത്തെ സമീപിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഹൃദയപരമാണ്. ഹൃദയത്തോട് കൂടി വേണം, ഹൃദയത്താൽ വേണം മതത്തെ സമീപിക്കാൻ. എല്ലാ മതത്തിലും അത് പറയുന്നു. ഹൃദയത്തിനൊരു ഭാഷയുണ്ട്, തലയ്ക്ക്, ബുദ്ധിക്ക്, തലച്ചോറിന്, യുക്തിക്കൊരു ഭാഷയുണ്ട്.
ഇന്ന് പലപ്പോഴും പല പള്ളി കമ്മിറ്റി മീറ്റുകളിലും അമ്പല കമ്മിറ്റി മീറ്റിങ്ങുകളും അല്ലെങ്കിൽ ഇടവക മീറ്റിങ്ങുകളും ഒക്കെ കാണുമ്പോൾ ഏതോ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയാണെന്നുള്ളൊരു പ്രതീതി പലപ്പോഴും തോന്നാറുണ്ട്. ഞാനിവിടെ എല്ലായിടത്തും പോകുന്നതുകൊണ്ട് പറയാം. അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാരോട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ തോന്നാറുണ്ട് ഇതെന്തോ ജനാധിപത്യ വ്യവസ്ഥയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില പാർട്ടികളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളിങ്ങനെ സ്വത്വബോധം വച്ചു മാറിപ്പോയത് എങ്ങനെയാണ്? പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ കൗൺസിലിങ്ങുമായൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ചില കോഴ്സുകളൊക്കെ അതിൻ്റെ ഭാഗമായി ചില ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പം അത്തരം ക്ലാസ്സുകളിലൊക്കെ പല ആളുകളും വന്നിരിക്കും. ആ കൂട്ടത്തിൽ ഒരുപാട് മൗലവിമാർ, ഒരുപാട് പള്ളിയിലച്ചന്മാർ, കന്യാസ്ത്രീകൾ, സ്വാമിമാർ, പള്ളിയിലച്ചന്മാരും അങ്ങനെയുള്ളവരൊക്കെ വന്നിരിക്കാറ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഈ നിങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതല്ലേ? നിങ്ങളുടെ 13 വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് നിങ്ങളൊരു കത്തോലിക്ക പള്ളിയിൽ അച്ഛനാകുന്നത്. ഏകദേശം ദർസിൽ ഓതി അല്ലെങ്കിൽ സക്കാഫി, ഫൈസി, ദാരമി, ഹുദമി, സുലമി എന്നൊക്കെ പറയുന്ന നിസാമിയൊക്കെ ആവണമെങ്കിൽ ഇവിടെ അസ്നിയുണ്ട്. അസ്നിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4-5 കൊല്ലം അതിൻ്റെ പിന്നാലെ കിതാബ് ഓതി തന്നെ ആവുകയുള്ളൂ. ഇതേപോലെ തന്നെ സന്യാസിയാകാനും ഒക്കെ കുറേ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം ക്ലാസ്സുകളിൽ വരുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു, പണ്ടത്തെ ഓത്തുകൊണ്ടും കിതാബ് കൊണ്ടൊന്നും ഇപ്പം കാര്യം നടക്കാതെ ആയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുത്തുബ പ്രസംഗത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രീയ പരാമർശത്തിലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സലാം വീട്ടുന്നതിന് മുമ്പേ വാട്സപ്പിൽ 1000 ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഏതോ ഒരു മൗലിയാർ പ്രസംഗിച്ചു, ഏതോ ഒരു മൗലവി പ്രസംഗിച്ചു, ദൈവം ഇങ്ങനെ കിലോമീറ്ററുകൾ സ്പീഡിൽ വരുന്ന മഴത്തുള്ളി അതിങ്ങനെ വന്ന് എവിടെയോ ആകാശത്തിൻ്റെ ഏതോ വിധാനത്തിൽ വെച്ച് അതിൻ്റെ സ്പീഡ് ദൈവം കുറയ്ക്കുന്നുണ്ട്, അല്ലാഹു തആല കുറയ്ക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തലയിലേക്ക് പതിക്കുന്നത് വളരെ മൃദുവായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ അൽഹംദുലില്ലാ ദൈവത്തെ സ്തുതിച്ചോളി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ അയാൾ പറഞ്ഞ കൂട്ടത്തിൽ അതിൻ്റെ സ്പീഡൊക്കെ പറഞ്ഞുപോയി, ഏതോ 1000 കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുപോയി. ഇത് പറഞ്ഞ് പുറത്തിറങ്ങി സലാം വീട്ടുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും ട്രോളുകളും അങ്ങോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ പിന്നെ തൊള്ളവർക്കാൻ ഒരു വഴിയില്ല. അയാൾ ആ വയൽ ജീവിതം അയാൾ അവസാനിപ്പിച്ചിട്ടുണ്ടാവും. എനിക്ക് ആരാന്ന് അറിയില്ല കേട്ടോ, ഈ ഇരിക്കണ മനുഷ്യനാന്ന് പോലും നമുക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, കൊന്ന് കൊല വിളിക്കുകയാണ്. ഈ പറയുന്ന മതപുരോഹിതന്മാരുടെ ഉദ്ദേശം ഇവിടെ ശാസ്ത്രം പഠിപ്പിക്കലല്ല. എൻ്റെയും ഉദ്ദേശം ഇവിടെ ശാസ്ത്രം പഠിപ്പിക്കലല്ല. ഖുർആനും ബൈബിളും ഗീതയും ഒന്നും ശാസ്ത്രം പഠിപ്പിക്കാൻ ഉണ്ടാക്കിയതല്ല. ശാസ്ത്രീയമായ സത്യങ്ങൾ അതിൽ കണ്ടേക്കാം. മനുഷ്യനെ സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും മതവ്യവസ്ഥകളും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആര് പറഞ്ഞു നിങ്ങളോട് അതിൽ ശാസ്ത്രീയ സത്യങ്ങൾ അന്വേഷിക്കാൻ? ഭൂമി ഉരുണ്ടതാണെന്ന് നോക്കാൻ നിങ്ങളോട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാനെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതും തോന്നി, നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വരുന്നിട്ടാണെന്നല്ലേ? നിങ്ങൾക്കറിയാവുന്നൊരു 100-200 കിലോമീറ്റർ ഉരുണ്ടാലും പരന്നാലും നിങ്ങൾക്ക് എന്താ ചെയ്തത്? എന്നിട്ട് അന്വേഷിക്കുക, ഖുർആനിൽ ഉരുണ്ടതാണോ പരന്നതാണോ പച്ച വിരിപ്പ് പോലെയാണോ മഞ്ഞ വിരിപ്പ് പോലെ വിരിപ്പ് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിരിപ്പ് പോലെ തോന്നുന്നതേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബൈബിളിൽ ഉരുണ്ടതാണോ, ബൈബിളിൽ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോ, വണ്ടീനെക്കുറിച്ച് പരാമർശമുണ്ടോ, മൈക്കിനെക്കുറിച്ച് പരാമർശമുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. നമ്മൾ മനസ്സിലാക്കണം, മതത്തെ ഹൈജാക്ക് ചെയ്യുന്നവർ ഇട്ടുകൊടുത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊത്തി. ഇന്നിപ്പോൾ ഞങ്ങൾ മുബാറക്കിൻ്റെ വീട്ടിൽ, ജ്യേഷ്ഠൻ്റെ വീട്ടിൽ, മുനീർഖാൻ്റെ വീട്ടിലല്ലേ അല്ലേ, മുനീറല്ലേ, മുനീറിൻ്റെ വീട്ടിൽ, പുതിയ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് കൂടെയുള്ളവരൊക്കെ പോയി. എൻ്റെ 2 മക്കളുണ്ടായിരുന്നു. ഒരാൾ കുറച്ച് നാളെ ജോലിയുള്ളതുകൊണ്ട് നേരത്തെ പോയി. അവനും അവരും കൂടി അവിടെ മീൻ പിടിക്കുന്നുണ്ട്. തൊട്ടത് അവിടെയൊക്കെ പാടമാണ്. അതിൽ ഫാറൂഖൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മൈദയൊക്കെ ഉരുട്ടിയിട്ട് കൊടുക്കും. അപ്പം അത് കൊത്തും. വലിയ വലിയ മീനുകളൊക്കെ ചിലപ്പോൾ ഇവർക്ക് കിട്ടുകയുണ്ടായി. ഈ പരിപാടിയാണ് മതത്തിലേക്ക് പലതും ഇട്ട് തരികയാണ്. നമ്മളവിടെ കയറി കൊത്തും. കൊത്തിയാൽ പിന്നെ രക്ഷയില്ല, വെളിച്ച് കയറ്റും. അപൂർവം ചില ഭാഗ്യവാന്മാർ സ്ലിപ്പായി പോയിട്ടുമുണ്ട്. അങ്ങനെ സ്ലിപ്പായി പോയവർക്ക് ദൈവത്തിന് അൽഹംദുലില്ലാ എന്ന് പറയുക, അല്ലാണ്ട് എന്താ. പക്ഷെ വേദന കുറച്ചാലുണ്ടാവും കേട്ടോ, കീറിയിട്ടാണ് പോയിരിക്കുന്നത്. മതം കൊത്തരുത്, ഈ വക യുക്തി സമ്പ്രദായങ്ങളിലേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പല ആളുകളും ഉണ്ടാവും. യുക്തിപരമായിട്ടല്ല ദൈവത്തെ സമീപിക്കേണ്ടത്. നിങ്ങളുടെ യുക്തിക്ക് ഒതുങ്ങുന്ന വസ്തുവല്ല ദൈവം. ദൈവത്തിന് നിങ്ങളുടെ യുക്തിക്ക് നിരക്കാവുന്നതല്ല.
നിങ്ങളുടെ എല്ലാ യുക്തികൾക്കും അപ്പുറമാണ്. അല്ലാഹു നൂറ് സമാവാത്തി വൽ അർള് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ഈ പ്രകാശം തന്നെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതൊന്ന് കറണ്ട് അടിച്ചാൽ തീർന്നില്ലേ? ഒരാൾ നിന്ന് കത്തൂലേ? നിങ്ങളുടെ ഈ നിസാര ഇലക്ട്രിസിറ്റി, അങ്ങനെ എത്ര വലിയ ഇലക്ട്രിസിറ്റികൾ ഉണ്ടാക്കിയ, എത്ര വലിയ സൂര്യൻ, ഒരു സൂര്യൻ്റെ അടുത്ത് കുറച്ച് കിലോമീറ്റർ ഒന്ന് കയറി നോക്കണം, ഒരു പരിധി കഴിഞ്ഞാൽ കരിഞ്ഞു വീഴും. അങ്ങനെ എത്ര സൂര്യന്മാരുണ്ടെന്ന് ആർക്കറിയാം? കണ്ട പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി വെച്ച ഈ വലിയ മഹാപ്രഭയെ നിങ്ങളുടെ ചെറിയ ബുദ്ധി വെച്ചൊന്നും അളക്കാൻ ശ്രമിക്കരുത്. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നതാണ്. സിലബസുകളിൽ പോലും മാറ്റം വന്നു. മതവിദ്യാഭ്യാസം, ഞാൻ ഇന്നലെ വിചാരിക്കുകയായിരുന്നു, ഈ മതവിദ്യാഭ്യാസം കൊടുക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടണം. അത് കത്തോലിക്ക പുരോഹിതന്മാരാകട്ടെ, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാകട്ടെ, APK സുന്നി വിഭാഗത്തിൽപ്പെട്ട ആരും തന്നെ ആകട്ടെ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഹെഡ് മാസ്റ്റർമാരെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ ഒന്ന്, അതേമാതിരി വേദപാഠശാലകൾ നടത്തുന്ന ആളുകളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് പറയണം, നിങ്ങളുണ്ടാക്കുന്ന സിലബസിൽ നിങ്ങളുടെ മതത്തിലുള്ളത് മാത്രം മതി. അതിലേക്ക് യുക്തിയും ശാസ്ത്രമൊന്നും കൊണ്ടുവരാൻ ഹൈടെക് ആക്കാൻ നോക്കണ്ട. ഞാനൊരു ഹൈടെക് മദ്രസയുടെ ഉദ്ഘാടനം നടത്തി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം AC റൂമൊക്കെയാണ് കുട്ടികൾക്ക്. രാവിലെ മദ്രസ, AC, സ്മാർട്ട് റൂം, ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ കത്തുന്ന മറ്റു കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒരർത്ഥത്തിൽ എനിക്ക് വിഷമവും തോന്നി. ഞാനതവിടെ തുറന്ന് പറയുകയും ചെയ്തു. അവർക്കൊക്കെ ഇഷ്ടമാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് മൂട്ടയും കൊതുവൊക്കെ കുത്തിപ്പടിച്ച ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് ലഭിച്ച നന്മയൊന്നും ഒരു പക്ഷേ ഈ AC സമ്പ്രദായത്തിൽ ലഭിച്ചോളാൻ സാധ്യതയില്ല. സൂക്ഷിക്കണം. ഉസ്താദിൻ്റെ കാലത്തൊക്കെ ഒരു പക്ഷേ മൂട്ടയും കൊതുവൊക്കെ ചൊറി കുത്തി പഠിക്കാൻ തന്നെ ഒരു പ്രയോഗമുണ്ട് അല്ലേ? ദർസിൽ കൂടെ പഠിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ചൊറി വരും. അങ്ങനെ ചൊറി കുത്തി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഇന്നത്തെ AC-യിൽ ചിലപ്പോൾ ഈ മദ്രസകളും വേദപാഠശാലകളും അല്ലെങ്കിൽ സൺഡേ സ്കൂളും മന്ദിരങ്ങളും ഒക്കെ ഹൈടെക് ആക്കുന്നതോട് കിട്ടുന്നില്ല. അതിനൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ടല്ലോ. ഇവിടെയാണ് മതത്തിൽ പെടുന്നവരെ പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം ചിന്തകളാണ്. അല്ലാണ്ട് ഒരാളും ഒന്നും നമ്മൾ ആക്രമിക്കൂല. ഇസ്ലാമിനെ ആക്രമിക്കാൻ മറ്റു മതങ്ങളെ ഇവിടെ ചട്ടം കെട്ടിയിട്ടില്ല. ഹിന്ദുക്കളെ ആക്രമിക്കാൻ മറ്റു മതക്കാർക്ക് ഇവിടെ വേറെ ഫണ്ടുകൾ ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ ഇല്ലാതെയാക്കാൻ മറ്റു മതക്കാർക്ക് ആർക്കും കൊട്ടേഷൻ കൊടുക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ആർക്ക് കൊട്ടേഷൻ കൊടുക്കപ്പെട്ടിട്ടുണ്ട്? അവനവൻ്റെ ഉള്ളിലുള്ളവർക്ക് തന്നെ കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇത് വാങ്ങിയവർ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ചതിയാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇതൊരു ചതിയാണ്. അറിഞ്ഞു ചെയ്യുന്നത് ചതിയല്ല, ഗുണ്ടായിസം എന്നാ പറയും. ഞാനിപ്പോൾ അവനോട് ഗുണ്ടായിസം കാണിക്കുന്ന എടാ മറ്റവനെന്ന് വിളിച്ച്, അത് ഗുണ്ടായിസമാണ്. പക്ഷെ അവൻ പോലും അറിയാതെ അവൻ്റെ കിഡ്നി വരെ അടിച്ചു മാറ്റി പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ചതി. അത് അവൻ പോലും അറിയില്ല. നാളെ 2 ദിവസം കഴിഞ്ഞ് ഉറക്കോർന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഓട്ട, എന്ത് പറ്റിയാവും? ആശുപത്രിയിൽ ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നി ഇല്ല. ആര് കൊണ്ടുപോയി? ഇതിനാണ് ചതി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ അന്തസത്തയെ, മതങ്ങളുടെ അന്തസത്തയെ ചോർത്തിയെടുക്കാൻ നമ്മിൽ തന്നെ യുക്തിപരമായി ചിന്തിക്കുന്ന ചിന്താ പദ്ധതികളുള്ള ചില ആളുകളെ സൃഷ്ടിച്ചു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കഴിവ്. ഇത് തുറന്ന് പറയണമെങ്കിൽ നമ്മളൊക്കെ ഒന്നിച്ചിരിക്കണം. അല്ലാണ്ട് സ്വാമീൻ്റെ വിഷയം അമ്പലത്തിൽ മാത്രം പറഞ്ഞതുകൊണ്ട് ഇതിനൊരു പരിഹാരമാകുന്നില്ല. സ്വാമി ഇത്തരം ഇസ്ലാമിക വേദികളിലും വന്നുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ ഭാഷയിൽ സംവദിക്കാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം. അതേപോലെ തന്നെ നിങ്ങളുടെ ആളുകളും അവിടെയും വരണം. അപ്പോഴാണ് നമ്മളൊക്കെ ഒരേ രീതിയിൽ പറ്റിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് തിരിച്ചറിവ്. നമ്മൾ ഒന്നിച്ചാൽ ഈ തിരിച്ചറിവുണ്ടാകും. ഈ തിരിച്ചറിവുണ്ടായാൽ നമ്മളിതിന് കൂട്ടായ പരിഹാരം കാണും. ഇത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഹിന്ദുക്കൾ എത്രയും പെട്ടെന്ന് ഹിന്ദുക്കൾ മാത്രമായി ജീവിപ്പിക്കുക. അവർ ഇസ്ലാമിനെ നോക്കരുത്, ചിരിക്കരുത്, വേദി പങ്കിടരുത്, അവരുടെ പരിപാടിക്ക് പോകരുത്, ഖുർആൻ ആയത്ത് കാണാപ്പാഠം പഠിക്കരുത്, രാവിലത്തെ പ്രാർത്ഥനയുടെ ഭാഗമായി ഒരു സ്വാമി സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് അവരുടെ ഇഷ്ടം. അതാണ് അവരുടെ ഇഷ്ടം. അതിപ്പോൾ എന്തിനാ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തേ ഹിന്ദു മതത്തിലെ ശ്ലോകങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് അപ്പം രാവിലെ സൂറത്തുൽ ഫാത്തിഹ എന്ന് ഓതുന്നത്? ഞാൻ പറഞ്ഞു അതെൻ്റെ ഇഷ്ടം, എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്, എൻ്റെ അമ്മയോട് കൂടിയുള്ള വസിയത്താണത്. അമ്മ മരിക്കുന്നവരെയും അത് ചൊല്ലിയിരുന്നു. അതെൻ്റെ ഇഷ്ടമാണ്, എനിക്കതിൽ ഇഷ്ടമുണ്ട്, അതിൽ ഗുണമുണ്ട്, മറ്റില്ല എന്നതല്ല അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ശ്ലോകം ഒരു മൗലവി ചൊല്ലുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ
അത് ശിർക്കായി എന്ന് വ്യാഖ്യാനിക്കുന്നവരുടെ മനസ്സാണ് അവരുടെ ആയുധം. അറിയോ, ഒരുപാട് മൗലവിമാരുമായിട്ട് ഞങ്ങൾ പല വേദികളിലും പങ്കെടുക്കാറുണ്ട്. ചില സ്ഥലത്തൊക്കെ ഞാൻ ഖുറാനും ആയത്തും ചൊല്ലി അങ്ങനെ വ്യാഖ്യാനിച്ച് എൻ്റെ പ്രസംഗം നിർത്തുമ്പോൾ അടുത്ത ആള് മഹാഭാരതവും ഭാഗവതവും ഉപനിഷത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് നന്നായി പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മൗലിയാരെ കാര്യം പോക്ക. കാരണം എന്താ? മൂപ്പര് ഷിർക്കിലായിപ്പോയി, കുഫറായിപ്പോയി. കാരണം എന്താ? ശ്ലോകം ചൊല്ലിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനും ഞങ്ങളേന്ന് ഷിർക്കിൽപ്പെട്ട് അല്ലേ? ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് കൊടുത്തു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെയാണ് മതത്തെ മതം കൊണ്ടില്ലാതെയാക്കാൻ ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടി വിചാരിക്കുന്ന ആളുകളുടെ വിജയം ഇവിടെയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കണം ആര് വിജയിക്കണം. മതമാണോ വിജയിക്കേണ്ടത്? മതത്തിലൂടെ നമ്മുടെ പ്രവാചകന്മാരാണോ വിജയിക്കേണ്ടത്? നമ്മുടെ വേദഗ്രന്ഥങ്ങളാണോ ഇവിടെ വിജയിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ മതങ്ങളിൽ വിഭാഗീയതയില്ല, നിർബന്ധമില്ല, ഉറപ്പാണത്. അന്ധകാലഘട്ടത്തിൽ എന്നല്ല, ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിലും ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു മതപരിവർത്തനങ്ങളും നടന്നതായി ചരിത്രത്തിന് തെളിയിക്കാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് പ്രമാണിച്ച് ഞാൻ രാജിവെക്കും ഈ പണിയെന്ന്. ഞാൻ വേറെ വല്ല പണിക്കും പോകും. റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരിക്കൽ പോലും അദ്ദേഹം മതത്തിൽ നിർബന്ധം ചെലുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബോധ്യം അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ആ ബോധ്യത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്നത് നിർബന്ധിക്കലല്ല. ഇപ്പം ഇന്നലെ വീട്ടിൽ ചെന്നു, മുബാറക്കിൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചോറുണ്ട്, കറികളുണ്ട്, എല്ലാമുണ്ട്. അവർ എന്നെ നിർബന്ധിച്ചു, ചോറുണ്ണാൻ വിളിച്ചു. ഞാൻ ചോറുണ്ടില്ല. കാരണം എന്താ? ഞാൻ രാവിലെ കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ഒന്നും കഴിക്കൂല, ഉച്ചയ്ക്ക് കഴിക്കൂല, വൈകുന്നേരം കഴിക്കൂല. 24 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കഴിക്കുകയുള്ളൂ. അത് നിർബന്ധിക്കും വേണ്ട, എന്തേലും ഉള്ളത് ചോദിച്ച് തിന്നുകയും ചെയ്യും. പക്ഷെ അവർ നിർബന്ധിച്ചു, അവർ ക്ഷണിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? നിർബന്ധപൂർവ്വം അവിടെ തിന്നാണ്ട കിടന്നുറങ്ങാൻ പറ്റില്ല, നിന്നെ തല്ലി ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു നിർബന്ധം വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പേടിച്ചിട്ട് തിന്നുമായിരുന്നു അല്ലേ? ഇവർ തല്ലിക്കൊന്നാലോ? അത്തരത്തിലുള്ള ഒരു ഹേമവുമില്ല. ഇക്രാഹ ഫിദ്ദീൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം പ്രബോധനം വേണ്ട, മറ്റുള്ളവരെ ദീനിലേക്ക് വിളിക്കേണ്ട, അതൊന്നും അല്ല. മുബാറക്കൻ്റെ വീട്ടിൽ, ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചോറുണ്ടെങ്കിൽ എന്നോട് ചോറുണ്ടെന്നോ എന്ന് ചോദിക്കുന്നൊരു മര്യാദയുണ്ട്. നല്ലതാണ്, നല്ല കറിയാണ്, ആലപ്പുഴയുടെ കറിയാണ്, നല്ല അരിയാണ്, കുട്ടനാട്ടിലെ അരിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്ത് ചെയ്യാം? പ്രേരിപ്പിക്കാം. പക്ഷെ തിന്നാണ്ടെങ്ങാനും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിച്ചതിനെ കൊല്ലുന്ന കളയും, മര്യാദയ്ക്ക് തിന്നിട്ട് കിടക്കുന്ന ആ ഭാഷയല്ല മതപ്രബോധനം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ആക്കിയെടുത്തത് ആരാണ്? അങ്ങനെ ആക്കിയെടുത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുന്നുണ്ടോ? ഒരു മതത്തിലും അത് പറയുന്നില്ല. ഉള്ളത് എന്തൊക്കെ മെനു ഉണ്ടെന്ന് പറയാൻ നമുക്കൊക്കെ അധികാരമുണ്ട്. അവർ പറഞ്ഞു കേട്ടോ, എല്ലാ കാര്യങ്ങളൊക്കെ നല്ലതല്ല, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന കൂട്ടാനുകളൊക്കെ ഉണ്ട്, കഴിക്കണമെങ്കിൽ കഴിച്ചോളി എന്ന് പറഞ്ഞു. അവരവരുടെ കടമ നിറവേറ്റി. ഞാനതിൽ പെട്ടില്ല. ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് ശീലമില്ല. വൈകുന്നേരം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്കായി വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് സന്ധ്യ അസ്തമിച്ച് കഴിഞ്ഞാൽ ഒന്നും തിന്നൂല. എന്നാലും അവരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ് ചായയും അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ ബദാമൊക്കെ തിന്നു. എന്തെങ്കിലും അവർ ആദ്യമായിട്ട് വരികയല്ലേ ഇങ്ങനെ ഒന്ന് സൽക്കരിക്കണ്ടേ എന്ന കൂട്ടത്തിൽ. ഇത് തന്നെയാണ് മതത്തിൻ്റെയും വിഷയത്തിൽ. അതുകൊണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഖുർആൻ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ അള്ളാഹു പ്രഖ്യാപിച്ചത് തന്നെയാണ്. ഒന്നിനും നിർബന്ധം വെക്കരുത്. അതുണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ എന്ന് പറയരുത്. യേശുവിൻ്റെ കാര്യത്തിലും ഇതുണ്ടായിരുന്നു. ഒരു കാര്യത്തിലേക്കും അദ്ദേഹം ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഏത് മതമാണ് ആരെയും നിർബന്ധിച്ചിട്ടുള്ളത്? മതം പറയുന്നത് ഇതാണ്: ദൈവത്തോളം, ദൈവത്തിന് തുല്യരായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഖലീഫമാരായി, ദൈവികതയ്ക്ക് തുല്യമായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രതിനിധികളായി നിങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ലോകത്തിന് ഗുണകരമായത് സംഭവിക്കും. അദ്ദീനു നസീഹ എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിന്തിക്കണം. അത് മാത്രമായിട്ടൊരു വയല് പരിപാടി നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ പരിപാടി? അദ്ദീനു നസീഹ, വയൽ പ്രോഗ്രാം ബൈ സ്വാമി ആത്മദാസ്യമി ധർമ്മഭാഷ ഒന്ന് വെക്കണമെന്നുണ്ട്. അത് മാത്രം, വേറെ ഒന്നും പറയില്ല. എങ്ങനെയാണ് ദീൻ ഗുണകാംക്ഷയുള്ളതായി മാറുന്നത്?
ഇന്ന് പലപ്പോഴും ദീൻ ഗുണകാംക്ഷയല്ല എന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിൽ പെട്ടുപോയവരാണ് നമ്മൾ. വല്ലാത്തൊരവസ്ഥയാണത്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അടിപിടി കൂടുമ്പോൾ മാറി നിന്ന് മറ്റു ഗ്രൂപ്പ് ചോദിക്കുക ദീന് കണ്ട ഈ അടി, സുജൂദിൽ പോകുന്നവൻ്റെ തലക്കടി, സുജൂദിൽ എഴുന്നേറ്റ് ഓടുന്നവന് വേറെ അടി, പോലീസ് പട്ടാളം, മഠങ്ങളിൽ അടി ഇടി, പള്ളികളിൽ കേസ് കോടതി, അച്ഛന്മാർ തമ്മിലുള്ള വഴക്ക്, വിവാദങ്ങൾ, ഭൂമി വിവാദം. അതേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതേ വിഭാഗത്തിൽപ്പെട്ട നേതൃത്വത്തിനെതിരെ കോടതിയിൽ കേസ്. ഇതൊക്കെ കാണുമ്പോൾ ആരാ കൈയടിക്കുന്നത്? ഇത് കേൾക്കുന്ന ഇവിടെയൊന്നും അല്ലാത്ത ദൂരത്തിലിരിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജാതിയോ മതോ എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ മതത്തിലുണ്ട്. ഇന്ന് കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ഇത് വ്യാപിച്ചു. നാം ഒന്നിച്ചു നമുക്കൊന്ന് തിരിച്ചു പോകണം. ഏതിലേക്ക്? അവനവൻ്റെ മതത്തിൻ്റെ നന്മയിലേക്ക്. റസൂലുള്ളാഹിയുടെ മതമൊക്കെ ഒന്ന്, റസൂലുള്ളാഹിനെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ യുക്തിയൊന്നും പ്രയോഗിക്കരുത്. മതത്തെ മനസ്സിലാക്കുന്നിടത്ത് യുക്തിയില്ല. ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ യുക്തിയൊന്നുമില്ല. ദൈവം എനിക്ക് ഹൃദയപരമായ ഒരു ഘടകമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ദൈവികമായ ആ ഒരു മഹത്വത്തിനൊക്കെ ഇങ്ങനെ ഓർത്ത്, ഈശ്വരൻ്റെ ആ ഒരു എന്താ പറയുക, വൈഭവം എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക, അതിൻ്റെ ആ ഒരു ജലാത്വം എന്നൊക്കെ പറയുന്ന ആ ഒരു മഹിമ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ധ്യാനിച്ച് അവിടെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഒരു സുഖ, വേറെന്താ ഓർക്കാനുള്ളത് ഞങ്ങൾക്കൊക്കെ? ഈ സുഖത്തിന് എന്ത് യുക്തിയാണ് എനിക്ക് പറയാനുള്ളത്? ഒരു യുക്തിയില്ല. അങ്ങനെ ചിന്തിച്ചാൽ വല്ല എന്താ യുക്തിയൊന്നുമില്ല. യുക്തി കൊണ്ട് പറ്റൂല. ഇവിടെയാണ് ധർമ്മം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുണകാംക്ഷയുള്ളതായി ധർമ്മോ രക്ഷതിത രക്ഷിതഃ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ധർമ്മത്തെ ആചരിക്കുന്നവനെ ധർമ്മം തിരിച്ചും രക്ഷിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? അദ്ദീനു നസീഹ. ദീൻ ഗുണകാംക്ഷയുള്ളതാണ്, ധർമ്മം ഗുണകാംക്ഷയുള്ളതാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത് പലപ്പോഴും ഗുണകാംക്ഷയില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിന് മൊത്തം ദോഷകരമായി ഭാവിക്കുന്ന രീതിയിലേക്ക്, മൊത്തം ദീനിനെ പറയിപ്പിക്കുന്നതായ രീതിയിലേക്ക്. അതുകൊണ്ട് ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ദൈവിക വിഷയങ്ങളെ ദൈവം അവതരിപ്പിച്ചതിനപ്പുറം നമുക്ക് പറയാൻ അധികാരമില്ല. നമ്മൾ ഖലീഫമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് ലോകത്തിലെ മനുഷ്യരെന്ന് പല വേദഗ്രന്ഥങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, പിതാവായ ദൈവത്തിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളൊക്കെ ഓരോരുത്തർ, നിങ്ങൾ മനുഷ്യൻ്റെ പുത്രന്മാരല്ലേ? അതെ, അല്ല ഇവർ മാത്രമല്ല കേട്ടോ, നിങ്ങളൊക്കെ മനുഷ്യപുത്രന്മാരും പുത്രിമാരുമാണ് ദൈവത്തിനെ ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പലപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരൊക്കെ മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഏത് ദൈവം അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഒക്കത്തിന് മനുഷ്യൻ്റെ രൂപം. ഇന്ന് വേറൊരു രൂപത്തിലുള്ള ഒരു പ്രവാചകനെയും നമ്മൾ കണ്ടിട്ടില്ല. ഉള്ളതെല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യനെപ്പോലെ ചിന്തിക്കുകയും മനുഷ്യനെപ്പോലെ ഈ ഭൂമിയിലേക്ക് വരികയും മനുഷ്യനെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഒന്നിച്ചിരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. നമ്മുടെ മതം പ്രസക്തമാക്കാൻ നമുക്കാണ് ദൈവം അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളെ ഒന്ന് റീതിങ്കിങ് അല്ലെങ്കിൽ റീഡിങ്, പുനർവായനയ്ക്ക് നമ്മളൊന്ന് പാത്രീഭവിക്കണം, അല്ലെങ്കിൽ ഒന്നും കൂടി പുനർവായന നടത്തി തുടങ്ങണം. ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് ഒരു പുനർവായന, പുനർവിചിന്തനം ഉണ്ടാവണമെന്നാണ്. ഇന്ന് ദൈവം സത്യത്തിൽ നമുക്കൊക്കെ ആരാ? നാട്ടുകാരോട് ചോദിച്ചാൽ വിശ്വാസമുണ്ടെന്ന് പറയാനല്ലാതെ ഹൃദയത്തിൽ നിന്റെ തൊണ്ടക്കുഴിയേക്കാൾ ഞാൻ നിനക്ക് സമീപസ്ഥനായിരിക്കുന്നു എന്ന് സൂറത്തുൽ ബഖറ. ആ തൊണ്ടക്കുഴിയേക്കാൾ അടുത്ത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അടുത്തു? തൊണ്ടക്കുഴി എനിക്കെത്ര അടുത്താണ്? ഞാൻ എവിടെയാണാവോ? അപ്പോൾ പിന്നെ എന്നെക്കാളിലും അടുത്ത് നിൽക്കുന്ന, അതിനേക്കാൾ നിന്റെ പ്രാണനേക്കാൾ അടുത്ത് നിൽക്കുന്ന ആ ദൈവിക വ്യവസ്ഥയെ എത്ര പേര് അനുഭവ തലത്തിൽ മനസ്സിലാക്കുന്നുണ്ട്? അനുഭവ തലത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾക്ക് തന്നിരിക്കുന്ന മതപരമായ എക്സർസൈസ് എന്താ? ദൈവത്തിന് തലകൊണ്ട് മനസ്സിലാക്കാൻ. എങ്ങനെ മനസ്സിലാകും? അക്ഷരം അറിയാത്ത ഒരാളെ കൊണ്ട് സംഗതികൾ ഇത്രയും ചെയ്യിപ്പിച്ചു എന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇതിനൊന്നും യുക്തിപരമായ മറുപടിയൊന്നുമില്ല. അലിഫ് എന്നൊരു വാചകം, ഒരു വാക്കാണ് ലോകത്തിലെ ഏറ്റവും സിമ്പിൾ അക്ഷരം. ലോകത്തിലെ ഏറ്റവും സിമ്പിൾ അക്ഷരം ഏതാ? ആദ്യത്തെ അക്ഷരം
ഇംഗ്ലീഷിൽ എന്ന് എഴുതണമെങ്കിൽ ഇങ്ങോട്ടിട്ട് പിന്നെ അതിന് വെട്ടുവിടണം. മലയാളത്തിൽ ആന്ന് എഴുതണമെങ്കിൽ ഇല്ലേ എന്തൊരു ബുദ്ധിമുട്ടാണ്. ആ എഴുതി വരുമ്പോഴേക്കും. പക്ഷേ അറബിയിലെ ഏറ്റവും സിമ്പിൾ ഒരു വര, ഒരു കുതിരക്ക് പോലും അലിഫ് എന്ന് എഴുതാം, പശുവിന് അലിഫ് എന്ന് എഴുതാം, കാലൊന്ന് തോണ്ടിയാൽ മതി. ഒരു മൃഗത്തിന് പോലും എഴുതാവുന്ന അത്രയും സിമ്പിൾ വാക്കാണ് അലിഫ്, ആദ്യ അക്ഷരം. ആ അലിഫ് എന്താണെന്ന് പോലും അതിന് മേലെയും താഴെയും എന്താ പറയുക, സദ്ദും മദ്ദും കിസ്റോ പുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിരക്ഷരകക്ഷിയായ ഒരു പ്രവാചകനെയാണ് ഇക്കണ്ട വിജ്ഞാനങ്ങൾ മുഴുവനും നൽകി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിൽ എന്ത് യുക്തിയാണുള്ളത്? അതിൽ യുക്തികൾ അന്വേഷിക്കേണ്ട, അത് ദൈവിക പദ്ധതിയാണെന്ന് അംഗീകരിച്ചാൽ മതി. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇത് ദൈവികത പദ്ധതിയാണെന്ന് പറഞ്ഞ് ചോദ്യോത്തരങ്ങളില്ലാതെ സ്വീകരിക്കപ്പെടുമ്പോഴാണ് മതം പ്രസക്തമാകുന്നത്. അങ്ങനെ മതം പ്രസക്തമായെങ്കിൽ മാത്രമേ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ ആരോ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രഭാഷകൻ, എനിക്ക് തോന്നുന്നത് സ്വാഗതം അല്ല, അതിൻ്റെ ഫസ്റ്റ് സ്വാഗതം പ്രസംഗം പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ ഇവിടെ ട്രസ്റ്റുകൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ എണ്ണത്തിന് ഇവിടെ ഒരു കുറവുമില്ല, ഇഷ്ടംപോലെ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്തായിരിക്കണം മതപരമായി നിൽക്കുന്ന ആത്മീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ട്രസ്റ്റിൻ്റെ വ്യത്യാസം എന്തായിരിക്കണം? ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉസ്താദിനെയൊക്കെ നമ്മളൊന്ന് സ്മരിക്കേണ്ടത്. ഷെയ്ഖുനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഗുരുവിൻ്റെ റോള്? ഞങ്ങളുടെ രീതിയിലൊക്കെ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധകാരത്തെ ഇല്ലാതാക്കും, രകാരോ എന്നൊക്കെ പറഞ്ഞ ഒരു ഉൽപ്പത്തിയൊക്കെ പറയാറുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. ഗുരുവിൻ്റെ പ്രഥമമായ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ നമ്മളിലെ അന്ധകാരം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അതായത് യുക്തിയാണ് ഇവിടുത്തെ അന്ധകാരം. സത്യത്തിൽ ഒരുപാട് യുക്തിയിലേക്ക് പോകരുത്. ദൈവമേ, എനിക്ക് ആ യുക്തി ഒന്ന് കുറച്ച് തന്നുകൊണ്ട് നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ, അതിന് ചിലപ്പെങ്കിൽ എനിക്ക് ഗുരുവിനെ സേവിക്കേണ്ടി വരും, ഗുരു പറഞ്ഞത് കേൾക്കേണ്ടി വരും. ഗുരു വേണ്ടാന്നാ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂല്യന്മാരോടും അച്ഛന്മാരോടും കന്യാസ്ത്രീകളോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ കോഴ്സിന് വരണമെന്ന് ചോദിക്കാൻ പറയും. പണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ കേട്ടിരുന്നു, അവിടെ ഇരിക്കും, ഏത് വലിയ മുതലാളിയാണെങ്കിലും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ, ആലിമ് പറഞ്ഞതാണ്, മൗലിയാർ പറഞ്ഞതാണ്, മൗലവി പറഞ്ഞതാണ്, കത്തീബ് പറഞ്ഞതാണ്, ഇടവക അച്ഛൻ പറഞ്ഞതാണ്, മെത്രാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. ഇന്ന് ആദ്യം പറയും, നിങ്ങളങ്ങനെ പറയുമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ഇവിടെ, നാളെയല്ല അടുത്ത ബാങ്ക് മുതൽ നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, പിരിച്ചട് വിടും, നമുക്ക് പറ്റുന്ന ആളെ കൊണ്ടുവരും, നമ്മൾ വീട് പട്ടിണിയാകും. അതോടുകൂടി ഇന്നപ്പം നിങ്ങൾ പറഞ്ഞാലും നടത്തിക്കോളിയാറ് അല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇതൊരു പള്ളിപ്പണിയാക്കി നമ്മൾ മാറ്റിയെടുത്തു. ആര്? സത്യം പറയാൻ അവർക്ക് നമ്മൾ കൂച്ചുവിലങ്ങുകൾ ഇട്ടു. അതുകൊണ്ട് ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കത്തോലിക്ക സഭയിലെ ഏറ്റവും പരമ അധ്യക്ഷനായിരിക്കുന്ന മാർ ആലഞ്ചേരി പിതാവിനെ വരെ മാറ്റണമെന്ന, എങ്ങനെ അതൊക്കെ എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം, ഇവർക്കിപ്പോൾ ഇതെന്താ മനസ്സിലാകാത്തതെന്നുള്ള, ഈ പുറത്ത് നിൽക്കണ നമുക്കൊക്കെ ഇത് മനസ്സിലാകുന്നത് വലിയ കളിയാണെന്നുള്ളത്. പക്ഷെ അതിലുള്ളവർ ഇപ്പോഴും ഇതിലെന്തോ വലിയ, അയാൾ തെറ്റ് ചെയ്തു തന്നെ കൂട്ടിക്കോട്ടെ, അയാൾ 100% തെറ്റ് ചെയ്താലും അതിനെ സമീപിക്കേണ്ടുന്ന രീതി ഇങ്ങനെയായിരുന്നില്ല. അതാണ് തെറ്റിന് തിരുത്തലുകളും ഒക്കെ വേണ്ടെന്നല്ല പറയണത്, സഹിച്ചോളാനൊന്നുമല്ല കേട്ടോ പറയണത്. ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാള് അല്ലേ, അവരെ എങ്ങനെയാണ് തിരുത്തേണ്ടതെന്നും അവരെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നുമുള്ള കൃത്യമായ അറിവുകൾ നമുക്കുണ്ടാവണം. പലപ്പോഴും ഇത് ഇനിയും തിരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഇതൊക്കെ മാറിപ്പോയി. ആരാണ് ജയിക്കുന്നത്? അപ്പം അദ്ദേഹം വന്നപ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലാവില്ല. ഞങ്ങൾ പറഞ്ഞു വന്നു, നമ്മളിത് 150 ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനമുണ്ടായിരുന്നു മതങ്ങളെ അപ്രസക്തമാക്കാൻ. അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് മറ്റു മതങ്ങളെയല്ല കൊട്ടേഷൻ കൊടുത്തത്, അതാത് മതത്തിൽപ്പെട്ട പൊന്തണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വാർത്ഥത ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരതിന് തിരഞ്ഞെടുത്ത് പുതിയ ആശയങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ ഇടയിലേക്ക്
ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ മൂപ്പര് കരുതും മൗലിയന്മാർക്ക് ഇയാൾ സപ്പോർട്ട് പറഞ്ഞിപ്പോൾ പോവുകയാണല്ലോ, നാളെ ഇവർ വല്ല തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വൈകി വന്നവരോട് ഞാനൊന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താണെന്ന് പറഞ്ഞത് ഒരൊറ്റ വാചകത്തിൽ. ഇതിൽ നമ്മൾ പെട്ടു. കാരണം അവർ ഉപയോഗിച്ച ടൂൾ, സോഷ്യൽ എൻജിനീയറിംഗ് ടൂൾ എന്ന് പറയുന്നത്, ഇതൊരു സാമൂഹ്യ മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാനീ പറയണത്. എല്ലാ മതങ്ങൾക്കും ബാധകമായതുകൊണ്ട്, അല്ലാതെ ഇസ്ലാമിനെ മാത്രം തകർക്കാനല്ല. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കൂ, ഇത്ര കാലം ഇവിടെ ഹിന്ദുമതം ഉണ്ടായി, ഇനിയും ഹിന്ദുമതത്തിന് ഭരണഘടനാപരമായ ഒരു അസ്തിത്വം പോലും ഇവിടുത്തെ നായകന്മാർ, ഹിന്ദുമത നായകന്മാരുണ്ടാക്കി കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയത്? അടിസ്ഥാനപരമായ ഹിന്ദുവിൻ്റെ രാജ്യമാണ് ഹിന്ദു എന്നൊക്കെ പറയുന്നവർ പോലും ഭരണഘടനാപരമായി ഹിന്ദുമതത്തിനൊരു അസ്തിത്വം പോലും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാത്തതിൻ്റെ കാരണം എന്താ അറിയോ? ഫണ്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതവിഷയം അവിടെ ഒരു പ്രാധാന്യമാക്കി എടുത്തില്ല. ഇവിടെയാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത്. എനിക്കും ഡ്യൂട്ടി ഉണ്ട് ആ കാര്യത്തിൽ. ഞാനിത് പറഞ്ഞുകൊണ്ട് നിന്നാൽ പോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു അന്വേഷണത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ശബരിമല വിഷയം തോറ്റുപോയത്. തോറ്റെന്നോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വിഷയത്തിൽ കോടതികൾ ഇടപെടുമ്പോൾ അതൊരു മതവിഷയമായി പരിഗണിക്കാതെ വെറുമൊരു ക്ഷേത്ര വിഷയമായി പരിഗണിച്ചതിൻ്റെ പേരിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ല അത്രേ. ഭരണഘടനാപരമായും നിയമപരമായും ഒരു മതം നിലവിലില്ല. ഇനി അടുത്ത വിധികളൊക്കെ വരാൻ പോകുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതവും ഇല്ല. ഉള്ളത് സുന്നിയുണ്ട്, ജമാഅത്തുണ്ട്, മുജാഹിദുണ്ട്, യാക്കോബുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, കത്തോലിക്ക ഉണ്ട്. ക്രിസ്ത്യാനിറ്റി ഇല്ല എന്നാണ് ഇവിടുത്തെ. ഇതൊക്കെ ആരാഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക? ഇവിടെ തല്ലുകളൊക്കെ നിർത്തി നമുക്കൊരു അസ്തിത്വത്തിന് വേണ്ടി പോരാടേണ്ടതുണ്ട്. ചെറിയ വ്യത്യാസത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ ആരോ പറഞ്ഞു തലയെക്കെട്ടിന് ഞാനിങ്ങനെ എവിടെയോ ഒരു തമാശ പറഞ്ഞു, അതൊന്നും ഇങ്ങനെ വൈറലാവുന്ന കരുതി പറഞ്ഞൊന്നും അല്ല കേട്ടോ. അതിൻ്റെ പേരിൽ വരെ നമ്മളിവിടെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നാളെ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിയമപരമായ ഒരു മതം പോലും അല്ല എന്ന് പ്രസ്താവിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിച്ചിട്ട് എന്ത് മതപ്രവർത്തനം നമ്മളിവിടെ ചെയ്യുന്നത്?